ചില ആളുകൾ രോഗത്തിനുള്ള ചികിത്സയായി ഖുർആനോദിയ ഉറുക്ക്, ഖുർആനോദിയ ഏലസ് തുറന്നു നോക്കിയാൽ എന്താക്കാണ്? കുറെ കള്ളി ഉണ്ടാവും, കുറെ വരണ്ടാവും. ഇത് തനിച്ച സിഹറാണ്, തനിച്ച മാരണമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും തമീമത്ത് ഉറുക്ക് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നീ എന്തിനാണ് ഇത് കെട്ടിയത്? നിനക്കുള്ള തലവേദന പോവാൻ, ഊരവേദന പോവാൻ. ഇത് കെട്ടിക്കഴിഞ്ഞാൽ നീ പോകാനിരിക്കുന്നത് എങ്ങോട്ടാണ്? നരകത്തിലേക്കാണ്. അവിടെ നിനക്ക് അനുഭവിക്കാൻ പോകുന്നത് തലവേദനയാണോ? അവിടെ നീ നേരിടാൻ പോകുന്നത് കാലിന്റെ ഒരു മടമ്പിനുള്ള വേദനയാണോ? അല്ല, കാലാകാലത്തെ ശിക്ഷയാണ്, നരകമാണ്. എങ്ങനെയാണ് ആ നരകത്തിന് മുൻപിൽ നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുക? ഇന്ന് ഈ രോഗം മാറാതെ നീ ക്ഷമിച്ചു നിന്നാൽ നിനക്ക് അള്ളാഹുവിന്റെ അടുത്ത് സ്വർഗ്ഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ അരികിൽ പ്രവേശിച്ചു, രോഗിയായി കിടക്കുകയാണ്. അയാളുടെ കയ്യിലൂടെ ഒരു ഉറുക്ക് കെട്ടിയിരിക്കുന്നു. അവിടുന്ന് ചോദിച്ചു, എന്തിനാണ് ഇത് കെട്ടിയത്? അയാൾ പറഞ്ഞു, മിനൽ വാഹിന, അള്ളാഹുവിന്റെ റസൂൽ ഒരു രോഗമുണ്ട്, രോഗം മാറുന്നതിന് വേണ്ടി കെട്ടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻസിഅഹാ ഫഇന്നഹാ ലാ തസീദുക ഇല്ലാ വഹന. ഇത് ഊരിക്കളയുക, നിനക്ക് ഇതുകൊണ്ട് രോഗം വർദ്ധിക്കുകയല്ലാതെ കുറയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ജാറത്തിലും മഖ്ബറയിലും പോയി ധരിക്കുന്ന ഉറുക്കുകൾ, ഏലസുകൾ, അത് നിങ്ങളുടെ രോഗം ഒരിക്കലും മാറ്റുകയില്ല. നിങ്ങളുടെ രോഗം മാറിയതായി നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ രോഗം അത് മാറ്റുകയില്ല. രോഗം അതല്ലെങ്കിൽ മറ്റൊന്നായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാകും. പ്രത്യേകിച്ച് സിഹറോ മറ്റു കാര്യങ്ങളോ ബാധിച്ചവർ ജാറങ്ങളിൽ പോയാൽ, മഖ്ബറകളിൽ പോയാൽ അവരുടെ രോഗമല്ല മാറുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പോയിട്ട് ചികിത്സിക്കുന്ന ആളുകൾ അവരെന്തെങ്കിലും ജാറത്ത് നിന്ന് ഒഴിഞ്ഞൊരു സമയം നിങ്ങൾ കാണാറുണ്ടോ? രോഗം മാറി അഞ്ഞ് നമ്മൾ പോക്കൊക്കെ നിർത്തി എന്ന് പറയുന്ന ആൾക്കാർ ഇത് എപ്പോഴും അവന്റെ ശരീരത്തിലുണ്ടാകും. അതുകൊണ്ട് സഹോദര, ഇത്തരം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഈ ശിർക്കായ വടികളിലേക്ക് നീ ഒരിക്കലും പ്രവേശിക്കരുത്.